നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകൾ. അങ്ങനെ സാക്ഷരതയിൽ അല്ലെങ്കിൽ സാക്ഷരത കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ശാരീരിക അല്പം വൈകല്യമുണ്ടായിരുന്ന AV റാബിയയുടെ മരണത്തിൽ അങ്ങേയറ്റം ദുഃഖം രേഖപ്പെടുത്തുകയും ആ മഹദിയുടെ എല്ലാ പാവങ്ങളും പുറത്ത് അള്ളാഹുവെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ബഹുമാന്യരെ, ഒരു മത വിഷയമായിട്ട് എടുക്കാൻ പരിപാടിയില്ല, എങ്കിലും ഇസ്ലാം മതത്തിൽ കാണുന്ന ചില അപ്രായോഗിക വശങ്ങളെക്കുറിച്ച് പുരോഹിതന്മാർ ഓർമ്മപ്പെടുത്തുക എന്ന ലളിതമായ ഒരു ചടങ്ങ് നിർവഹിക്കാം. മറ്റൊന്നല്ല, ഒരു പുരോഹിതൻ പറഞ്ഞു ഗർഭം 4 വർഷം വരെ ഉണ്ടാകും. ഗർഭസ്ഥ ശിശു 4 ഗർഭാശയിൽ ഉണ്ടാകാം. ഓക്കെ. മറ്റൊന്ന്, ഇന്ന് അദ്ദേഹം പറയുന്നു പ്രസവവും ഉദ്യോഗവും സ്ത്രീകളുടെ പുറത്തു പോക്കും ഒരുമിച്ച് നടക്കില്ല, അതുകൊണ്ട് പ്രസവത്തിൽ തടസ്സം വരും, അതിന് പുറത്തു പോകാൻ പാടില്ല, ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല എന്തോ ആ അർത്ഥം വരാവുന്നൊരു വ്യാഖ്യാനം. എൻ്റെ പൊന്നും മൗലവി, അല്ലെങ്കിൽ പൊന്നും മൗലവിമാരെ, നാം അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. അപ്പം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഞാൻ എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും മുസ്ലിം പുരോഹിതന്മാരോട് പറയാണ്, ഞങ്ങൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ചെറിയ അറിവ് വെച്ചു. ഇത് റാഫി കൊച്ചിനുണ്ട്, ഇത് ഒരു പുരോഗമന ചിന്തകനും എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ഇസ്ലാമിലെ വിവാഹത്തിന് മഹറിന് പകരമായി മകളെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. അത് ആ പ്രയോഗം തെറ്റാടുന്നതിന് മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു. അപ്പം അതിന് 2 കാര്യം ചെയ്യാം. ഒന്ന്, മഹർ നൽകി നിങ്ങൾക്ക് മകളെ ഞാൻ നിങ്ങളെ വിവാഹം ചെയ്തിരുന്നു എന്ന് പറയും. മഹർ നൽകിയെന്ന്. ഇനി മഹർ പറയേണ്ട ആവശ്യമില്ല. കാരണം വിവാഹത്തിൽ ഇസ്ലാമിക ആചാരപ്രകാരം മഹർ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ്, മസ്റ്റാണ്. ആ മഹർ ആർക്കാണ്? പെണ്ണിൻ്റെ വാപ്പാക്കാണ്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വാപ്പ ഇല്ലെങ്കിൽ അടുത്ത അവകാശിക്കാണ്. അപ്പോൾ അത് വാസ്തവം ഞാൻ അവിടെ പറയാതെ തന്നെ ആ സമയത്തോടനുബന്ധിച്ച് എൻ്റെ വാപ്പാനെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി, അത് പറയണമെന്നില്ല. പിന്നെ അവിടെ രേഖയിൽ കാണണമെന്നുണ്ടെങ്കിൽ ആ രേഖയിൽ ചെറുതായി രേഖപ്പെടുത്താം, ആ കൈയോടെ തന്നെ. അതൊന്നും പുറത്ത് പരസ്യം പറയണമെന്നില്ല. ബഹുമാനി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭാഷാ ശൈലിയിലും വാചക രീതിയിലും വാക്കിൻ്റെ പ്രയോഗത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ തെറ്റൊന്നുമില്ല. അത് അപ്രായോഗികമല്ല, പ്രായോഗികമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിരിക്കണം. അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുള്ളൂ. മറ്റൊന്ന്, CPIMൻ്റെ ഇപ്പോഴത്തെ മുസ്ലിം സമുദായം തമ്മിലുള്ള അകൽച്ച അവർക്കത് അനിവാര്യമാണ്, അത് നിർബന്ധമാണ്. അവർ തന്നെ ഉണ്ടാക്കിയ കുഴപ്പമാണ്. അവർ ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഒരു ഇല്ലാത്ത വിഷയം ഊതി വീർപ്പിച്ച് 10 മുസ്ലിങ്ങൾ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തു. അത് ആർക്കാണ് അത് അപകടം? അവർക്കൊരു അപകടം വന്ന് മറ്റ് സമുദായം അകന്നുപോയി. എന്താ കാരണം? മുസ്ലിങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുന്നതാണ്? ബാബരി മസ്ജിദ് ഇഷ്യൂവിൽ അവർ ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒക്കെ ബില്ലും പ്രതികരിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പൗരത്വ ബില്ലും ഉണ്ടാവും, പിന്നെ പലസ്തീനെ വിഷയം, അതൊക്കെ അവരുടെ അവകാശം, അവരുടെ കടമയാണ്. കാരണം അനീതിക്കെതിരെ പോരുകാട് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തത്വശാസ്ത്രമാണ്. അത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പൊരുതുക എന്നുള്ളതും കമ്മ്യൂണിസത്തിൻ്റെ അന്തർദേശീയ തത്വശാസ്ത്രമാണ്. അതവർ നിർവഹിക്കുന്നു എന്നല്ലാതെ അതിൽ കവിഞ്ഞ് ഒരു നേട്ടവും മുസ്ലിം സമുദായത്തിന് നാളിതുവരെ കൊടുത്തിട്ടില്ല. ഇത് കേട്ടു, ഞാൻ 2-3 തീരുമാനങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾ, എനിക്ക് അവർ യാതൊരു ഇഷ്ടക്കുറവില്ല, കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, അത് തന്നെയല്ല LDF നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം.
ആ LDF നിലനിൽക്കണമെങ്കിൽ UDF ജയിച്ചേ തീരൂ. അതാണ് വ്യത്യാസം. തിരുവനന്തപുരത്ത് 4 പ്രാവശ്യം ജയിച്ച ഒരു മുസ്ലിം വനിത ഉണ്ടായിരുന്നല്ലോ മേയർ കൗൺസിലറായിട്ട്. ഒരു സ്ത്രീ പ്രാതിനിധ്യമാണ്, സ്ത്രീ മേയർ ആണ് നിയമം. അവരെ പരിഗണിക്കാതെ വേറെ പുഷ്പലതായിട്ട് ഒരാളുണ്ട്, ഒരു സ്ത്രീയുണ്ട്, അവരെ തോൽപ്പിച്ചും കളഞ്ഞ് എന്നിട്ട് ആര്യയെ കൊണ്ടൊന്ന് മേയറാക്കാൻ വേണ്ടി പെട്ട പാടും ആ പെൺകുട്ടിയെ ഇതിൽ കൊണ്ടുവന്നൊക്കെ രീതി വെച്ച് നോക്കുമ്പോഴേ എത്ര സങ്കുചിതവും എത്ര അപക്വമായ നടപടിയാണെന്ന് മനസ്സിലാക്കണം. എത്ര ബുദ്ധിപൂർവ്വം ഈ സമുദായത്തെ ഒതുക്കിയെന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റിലെ കാക്കാമാരോടെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ അവിടെ തിരിച്ചു പോരാനല്ല പറയുന്നത്, നിങ്ങൾ ചോദ്യം ചെയ്യണത്. എന്താണ് ചോദ്യം ചെയ്യേണ്ടത്? 4 പ്രാവശ്യം ജയിച്ചു വരുന്ന ഒരു മുസ്ലിം വനിത ഉണ്ടായിരിക്കെ അവരെ മേയറാക്കാതെ ആദ്യമായിട്ട് ജയിച്ചും വളരെ ചെറുപ്രായത്തിലായ യാതൊരു പക്വതയും പരിചയവും ഇല്ലാത്തൊരു സ്ത്രീ ആക്കിയ ക്ഷീണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്കില്ലേ? എന്താണത്? തിരുവനന്തപുരം മേയറായിട്ട് ഒരു മുസ്ലിം ഇരിക്കാൻ പാടില്ല എന്ന് ഇവിടെ സംഘപരിവാറിൻ്റെ ആഗ്രഹമുണ്ട്. അതിന് ഒരു പണ്ട് തന്നെ, ഇപ്പോഴല്ല, ഇപ്പോൾ വർഷം എത്രയായി, 4-5 വർഷമായി, 5 വർഷമാകാൻ പോകുന്നു, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലായല്ലോ. മറ്റൊന്ന്, ഇന്നലെ വീഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തു, ഇന്നലെ കഴിഞ്ഞ ദിവസം വീഴിഞ്ഞ ഉദ്ഘാടനം. ആ ഉദ്ഘാടനം ചെയ്തത് ചിത്ര അയ്യർ വരുന്ന മുമ്പായിട്ട് 2 ദിവസം മുൻപ് ഒരു അതിഥ എന്നൊരു മുസ്ലിം സ്ത്രീയായിരുന്നു അവിടെ IAS ഭാരത്. അവരെ മാറ്റി കേവലം പ്രധാനമന്ത്രി വരുമ്പോൾ സംഘപരിവാറിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കരുനീക്കമനുസരിച്ച് രഹസ്യ ഇതിനനുസരിച്ച് 2 ദിവസം ഉള്ളപ്പോഴേ ആ സ്ത്രീയെ മാറ്റി ഈ ചിത്ര അയ്യരെ കൊണ്ടുവന്നത്. എന്താണ് മുസ്ലിം ആദ്യം വരാൻ പാടില്ല? അതിനു മുൻപ് നമ്മൾ INL ആളായിരുന്നു മന്ത്രി. ആ മന്ത്രി 2 വർഷം കഴിയുമ്പോൾ മാറ്റി. ഇതുകൊണ്ടല്ലാന്ന് വേണമെങ്കിൽ വയ്ക്കാം. ഇതൊക്കെ കാരണമുണ്ട്. അവരെ ആക്കി, പകരം അയ്യരെ കൊണ്ടാക്കി. ഇതൊക്കെ പോട്ടെ, ഈ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ UP-ക്കാരായിട്ട് ഒരു മുസ്ലിം വന്നില്ലോ? എവിടെ വന്നു? ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അയാൾ അവസരം കൊടുത്തു. അയാൾ നിർബന്ധ പെൻഷൻ എടുത്ത് വിറ്റയച്ചില്ലേ? ആ സംഭവം. ഇനി മറ്റൊരു കാര്യം പറയാം. മുസ്ലിങ്ങൾ മാത്രമല്ല, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരെ യുക്തി തന്ത്രം ഉപയോഗിച്ചിട്ട് ഒതുക്കാനും വളർത്ത ശരിക്കറിയാം. കോൺഗ്രസ് പോയില്ല. കോൺഗ്രസ് ചെയ്താൽ 10 പേര് അറിയും. ഇവർ ചെയ്ത ആരും അറിയില്ല. അവർ പ്രവർത്തനം പോലും അറിയില്ല. ഈ ഉദാഹരണം കേട്ടോ, പെരുമ്പാവൂർ ജിഷ കേസിനോടനുബന്ധിച്ച് 4ാമത്തെ പ്രാവശ്യം ജയിച്ച വരുന്ന അദ്ദേഹത്തെ CPM അനുഭാവിയായ സ്വതന്ത്രനായ ജിഷ ഇതുപോലാണ് ആ പുള്ളിക്കാരനെ തോൽപ്പിച്ചില്ലേ? ആരാണ് അവിടെ ചടുവലിച്ചത്? കാരണം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഉറപ്പാണ്. പക്ഷെ കൊടുക്കാൻ പാർട്ടിക്ക് താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി ജോസഫ് എന്ന ആള്, അത് മരിച്ചു. ജോസഫ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയ ആള് മട്ടാഞ്ചേരിയിൽ മത്സരിച്ചപ്പോൾ പതിവിൽ കഴിഞ്ഞ് 12,000 വോട്ടാണ് ഇബ്രാഹിമിന് കൂടുതൽ കിട്ടിയത്. സാധാരണ മുസ്ലിം ലീഗിന് സ്ഥാനാർത്ഥി കിട്ടുന്ന 3,000, 4,000, 5,000 വോട്ടിന് പോലും 12,000 കൂടുതൽ കിട്ടി. ഈ വോട്ട് എവിടെ നിന്ന് കിട്ടിയത്? പെട്ടെന്ന് 12,000 വോട്ട് ലീഗിന് അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ UDF ഉണ്ടാക്കാൻ പറ്റുമോ? കാരണം അവർ ജോസഫിന് തോറ്റില്ലെങ്കിൽ നമ്മുടെ ശ്രീമതി ടീച്ചറെ മന്ത്രിയാക്കാൻ പറ്റില്ല. ഒരു വനിതാ മന്ത്രിക്ക് ചാൻസ് ഉള്ളൂ. ഇങ്ങനെ വേണ്ട. ഇത് TM മുഹമ്മദ് കോർപ്പറേഷൻ മേയറായിരുന്നല്ലോ, സഖാവായിരുന്നു. സഖാവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. ഒരു ബോർഡ് ഒരു റോഡിന് പേറ്റിട്ട് അതുപോലും ഇപ്പോൾ നശിപ്പിച്ചു കളഞ്ഞു. മിണ്ടിയോ സഖാക്കളെ? ഈ സമുദായത്തോട് സഖാക്കൾ കാണിക്കുന്ന അനീതിയും അക്രമവും സംഘപരിവാർ ഇതിനേക്കാൾ കൂടുതലാണ് ചെയ്യുന്നത്. ഇത് സഖാക്കൾ മാത്രമല്ല, കോൺഗ്രസ് അവസ്ഥ ഇതാണ്. നമ്മൾ ഞാൻ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ്. TO ബാബാ സാഹിബ് ആണ് കേരളത്തിലെ ഏക KPC പ്രസിഡന്റ്. ഒരു താൽക്കാലികമായിട്ട് അമ്മ മസനം വെച്ച് അതൊന്നും കണക്കിപ്പെടുന്നില്ല. അതിനുശേഷം വർഷം 60 പറ്റായി. ഇതുവരെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു മുസ്ലിം നാമധാരിയുടെ പേര് പോലും പറയുന്നുണ്ടോ? അങ്ങനെ ചിന്തയുണ്ടോ? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈഴവനെ പ്രസിഡന്റ് ആക്കണം, അല്ലെങ്കിൽ ഈഴവനെ മാറ്റാൻ പാടില്ല, ക്രിസ്ത്യാനിക്ക് അവസരം കൊടുക്കണം, സഭകൾ ഇഷ്ടാവില്ല, ദളിതർ കൊടുക്കണം, അല്ലെങ്കിൽ ദളിതർ ഇഷ്ടാവില്ല എന്നൊക്കെ പറയുന്ന ഈ മാന്യ മഹാജനങ്ങൾ എന്തുകൊണ്ടാണ് 40% വരുന്ന ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു KPC പ്രസിഡന്റ് പേര് പോലും പറയാത്തത്? ഞാൻ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, UDF അധികാരത്തിൽ കയറ്റാനുള്ള സർവ്വസന്നാഹം ഞങ്ങൾ ചെയ്യുന്നത്.
അത് എന്താ വെച്ചാൽ LDF വിരോധം കൊണ്ടല്ല, LDF നിലനിൽക്കാൻ വേണ്ടിയാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അണികൾ സമ്മതിക്കില്ല. അതാണ് പറയുന്നത്. ചെയ്യുന്നുണ്ടോ? ഞാൻ ഇവിടെ ആലുവയിൽ യൂജിത്തെറിയൻ മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ മുനിസിപ്പൽ ഓഫീസ് പേരിട്ടല്ലോ. ഒരു മുനിസിപ്പൽ ഓഫീസിന് അങ്ങനെ ഒരു ജാതി അല്ല പാർട്ടിക്കാരൻ്റെ നേതാവിൻ്റെ പേരിടാൻ പറ്റുമോ? ഒരു കൊച്ചിൻ കോർപ്പറേഷൻ ഇട്ടെതിരെ സെക്രട്ടേറിയറ്റ് ഉണ്ടോ? ടൗൺ ഹാളിൽ ഇടും. ഒരു മുനിസിപ്പൽ ഓഫീസ് അത് കോമൺ ആണ്. ആ മുനിസിപ്പൽ ഓഫീസ് ഏതെങ്കിലും പാർട്ടി നേതാവിൻ്റെ പേര് കിട്ടോ? യൂജിത്തെറിയൻ പണ്ടെങ്കിലും അവിടെ മുനിസിപ്പൽ ചെയർമാൻ എന്ന പേരിൽ ഈ TO ബാബ ജനിച്ചു വളർന്ന അതേ ടൗണിലേക്ക് പറഞ്ഞത്. TO ബാബ സാഹിബിന് കോൺഗ്രസ്സുകാർ ഒരു ബെസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ആലോചിച്ചു കോൺഗ്രസ്സുകാർ ബെസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ സ്ഥാനത്താണ് ഇതൊന്നും പറയാൻ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതും കൂടി പറയേണ്ടി വരുന്നു. കാരണം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവർക്കും നീതി വേണ്ടേ. അങ്ങനെ യൂജിത്തെറിയൻ മെമ്മോറിയൽ മുനിസിപ്പൽ ഓഫീസുണ്ട്. അതിന് 100% തെറ്റാണ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ പറയും അല്ലെങ്കിൽ കോൺഗ്രസിനെ പറ്റുന്നതിൽ മുസ്ലിം ലീഗാണ് എല്ലാം, മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗാണ്, അവിടെ മുസ്ലിം ലീഗ് കയ്യിലുണ്ടെങ്കിൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും കയ്യിൽ, പിന്നെ ആ സമുദായം നമ്മൾ നോക്കണ്ട, അത് ഓക്കെയാണ്. അങ്ങനെ അല്ലടോ കോൺഗ്രസ്സേ. ഇതെങ്കിലും മനസ്സിലാക്കും നിങ്ങൾ. ഇപ്പം ഞാൻ ഈ മുസ്ലിം സമുദായത്തിന് കോടാലിയായി നിൽക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ട്? അവരെ മുസ്ലിം വാക്ക് രാഷ്ട്രീയ പാർട്ടിയിൽ ഉപയോഗിക്കുന്നു. മറിച്ച് അവർ സാമുദായികമായിട്ട് സംഘടിക്കാൻ മുസ്ലിം എന്ന് പേരിട്ട് ഒരു കുഴപ്പമില്ല. ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഈ മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടും അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയവും സാമുദായവും ആത്മീയവും ഒരുമിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ലീഗിന് പറ്റിയ നാശവും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പറ്റിയ അപകടവും ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പറ്റിയ അപകടവും. ആ ഒരു പ്രയോഗം കൊണ്ട് ഇവിടെ സംഘപരിവാർ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട് മുസ്ലിം അത് മാറ്റുന്നില്ല? ഇന്ന് ഏതാനും മിനിറ്റ് മുമ്പ് നടക്കുന്ന സംഭവം, പിന്നെ സ്റ്റേഡിയത്തിൽ ഒക്കെ പിന്നെ പരിവർത്തന ബില്ല് അല്ലെങ്കിൽ പരിഷ്കരണ ബില്ലിനെതിരെ ഒരു സമരം നടക്കുന്നുണ്ട്. കുറച്ചാൾ മുമ്പ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദായിട്ട് നടത്തി. അതിന് പോലും ഈ മുസ്ലിം സമുദായത്തിന് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥയോ തയ്യാറോ ഇല്ല. എന്നാൽ ലീഗ് കൊണ്ട് ഒറ്റക്കൊരു ജാഥ വെച്ചു. അതാണ് അപകടം. ഈ മുസ്ലിം ലീഗും ഈ സമൂഹത്തെ ചില മൗലികമാരും കൂടി ചേർന്ന് ഈ സമുദായത്തെ ഒന്നിനും കൊള്ളാത്ത വെറും ഷണ്ണന്മാരാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്ന് ചോദിക്കട്ടെ, മുസ്ലിം ലീഗോട് ചോദിക്കുകയാണ്. ഇത് ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ UDF ഉൾപ്പെടെ BJP ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ച് ഇതല്ലാതെ അതിന് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതുപോലെ സർവ്വഘടനം ഞങ്ങളൊരു യോഗം കൂടി എറണാകുളത്ത് എന്താണ് തലസ്ഥാനം മധ്യ കേരളത്തിൽ വേണമെന്ന് പറയാം. അതിന് ബോംബെയിൽ ഈ വർഷം അവസാനം കോൺഗ്രസിലെ 140ാമത് ജന്മവാർഷിക ദിനമായ ഡിസംബർ 28 ഞായറാഴ്ച 3 മണിക്ക് ബോംബെയിൽ വെച്ച് വലിയ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ കേരള ഓഫീസ് കാര്യാലയ ഉദ്ഘാടനം ചെയ്ത് അതിന് സർവകക്ഷിയെ വിളിച്ച് കുറേ പേര് വന്നു, കുറേ പേര് വന്നില്ല. സർവകക്ഷി വിളിച്ചത് കാരണം ഈ സർവ്വജനങ്ങളുടെ ആവശ്യമാണ്. അതുപോലെ ഒന്നല്ലേ ഒക്കെ പരിഷ്കരണ ബില്ലിനെതിരെയുള്ള പ്രവർത്തനം. അതെന്തുകൊണ്ട് ലീഗ് ആദ്യമേ നടത്തിയത് ഒറ്റക്ക് 10 വോട്ടിന് വേണ്ടി? ഇപ്പോൾ സുന്നികളെല്ലാം ചേർന്ന് നടത്തുക, അത് 10 വോട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന് വേണ്ടി. നിങ്ങൾ ഈ മണ്ടന്മാരോട് ചോദിക്കുകയാണ്. താടിയും തലപ്പാവുണ്ടായിട്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. അങ്ങനെ താടിയും തലപ്പാവൊക്കെ ഉള്ള നല്ല മിടുക്കരായ ആത്മശുദ്ധിയുള്ള നേതാക്കൾ ഒരുപടി കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും അതിലുണ്ട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലും സർവകക്ഷി യോഗം ചേർന്ന് നടത്താൻ പാടില്ലേ? ഇതൊക്കെ ഫലം എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒറ്റക്കൊറ്റൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ സംഘപരിവാർ അനുഭാവികൾ വർദ്ധിക്കുകയാണ്. അവർ പറയും ശരിയല്ലേ, ഇത് അവർ കണ്ടോ നമുക്കെന്നൂടെ ആയിക്കൂടാന്ന് ചോദിച്ചാൽ പാവം വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ ഹിന്ദു സമുദായം ഉണ്ടല്ലോ, മുഴുവൻ ലീഗിലും, അവർക്കെല്ലാം പെട്ടെന്ന് വഴങ്ങൂല്ലേ? ഇതെന്തറിയോ, കുറേ വർഷമായിട്ട് മുസ്ലിങ്ങൾ ഒരു സമുദായം പ്രവാചകൻ്റെ മുടി കഴുകി കോടികൾ ഉണ്ടാക്കുന്നു, അത് കൊടുക്കുമ്പോൾ അനൗൺസ് ചെയ്തു പോകും. കുറച്ച് വേറൊരു വിഭാഗം വരും, അത് തെറ്റാണ് പറഞ്ഞ് അങ്ങനെ ആയിരങ്ങൾ മുടക്കി തിന്ന് ചീർത്ത്. ഞാൻ പോലെ പണ്ട് ഈ പിന്നെ പെന്തക്കോസ്തുകാർ ചെയ്യും പോലെ തിന്ന് അങ്ങോട്ട് ചീർത്ത് കണ്ടറിയാം സമ്പന്നതയിൽ. വിദേശ പണം വെറുതെ കിട്ടല്ലേ, അതുപോലെ മുസ്ലിം സമുദായത്തോടെയുണ്ട്. തിന്ന് ചീർത്ത് വൈറ്റ് ജുബയൊക്കെ ഇട്ട് അങ്ങോട്ട് പോകാണ്. ഒരാൾ പറയും കണ്ടോ മുടി കുടിക്കുക, അത് നല്ലതാണ്.
അപ്പോൾ അതിനെതിരെ വേറൊരു ടീം പറയും അത് തെറ്റാണ്. എടോ മണ്ടന്മാരെ, ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നു വരുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളത്തുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാരാണ്? ഇവിടുത്തെ ഹിന്ദു സമുദായം. ക്രിസ്ത്യൻ സമുദായം ഇപ്പം അതിൽ അവർ ബന്ധക്കോസ അല്ല മറ്റേത് കൊണ്ട് അവർ കുറേ പേര് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. നിത്യപട്ടിണിയുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക ഹിന്ദു സമുദായത്തിലൊക്കെ പലരും നിത്യപട്ടിണിയാണ്. കേരളത്തിൽ പോലും, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ പോലും. അവർക്ക് ഇത് കാണുമ്പോൾ വലിയ വികാര വിക്ഷുബ്ധരാകും. അവരൊക്കെ പെട്ടെന്ന് സംഘപരിവാറിലേക്ക് ആകർഷിക്കും. നിങ്ങൾക്ക് എങ്ങനെയോ കുറേ വിദേശ പണം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുറേ ബിസിനസ് കാശിട്ടാക്കുക, അത് മുടക്കാണ്. നിങ്ങൾ ആലോചിച്ചു, സംഘപരിവാറിൻ്റെ പ്രവർത്തനത്തിന് കേരളത്തിൽ എന്താ ചെയ്യുന്നത്? കൊല്ലത്തിലൊരിക്കൽ പദസഞ്ചാരം ഉണ്ടായി അതൊരു പ്രചരണവും ഇല്ല. അവരെത്ര രഹസ്യമായിട്ടാണ് കാര്യം നടത്തുന്നത്, എത്ര ആദർശപരമായിട്ട് അല്ലെങ്കിൽ എത്ര നയപരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ചെയ്തുകൂടാ? എല്ലാ ആക്ഷനും സൈഡ് എഫക്റ്റുകളെന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനമാണ് സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ നോക്കണം. നിങ്ങൾ 10 ആളെ കൂട്ടി ഒരു ബോർഡ് വെച്ചു, ആ സുന്നി മറ്റേ മറിച്ച് സുന്നി മതി, അതൊന്നും അല്ലതേ. നിങ്ങൾ അങ്ങനെയൊന്നും അല്ല മതപ്രചരണം ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ എന്ത് പറ്റി? അപ്പോൾ സുന്നികളിൽ ഒരു തങ്ങൾ വന്നില്ല എന്ന് രണ്ടുപേരും വരുന്നില്ല അത് പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം പോലെ. ഈ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ മൗലവിമാർ, പുരോഹിതന്മാർ, ഉലമാക്കളെ, നിങ്ങൾക്ക് എവിടെയോ ഒരു വീഴ്ച പറ്റുന്നുണ്ട്. അത് അടിസ്ഥാന കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനം ജാതി പേര് ഉപയോഗിക്കുന്നതാണ്. അവർ ആത്മീയവും രാഷ്ട്രീയവും ഒരുപോലെ, ഭൗതികം ഒരുപോലെ കൈകാര്യം. അത് അപകടമാണ്. 10 വോട്ട് കിട്ടുമായിരിക്കാം, ഇല്ലെന്നല്ല. ആ 10 വോട്ട് കിട്ടുന്നതുകൊണ്ട് നിങ്ങളുടെ വളർച്ച മുരടിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ മറ്റ് സമുദായ ദൂഷ്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യമായിട്ട് പേര് മാറ്റുക, എന്നിട്ട് ആത്മീയം തങ്ങൾ കുടുംബത്തെ ഏൽപ്പിക്കുക. എന്നിട്ട് രാഷ്ട്രീയത്തിൽ കുഞ്ഞാക്കകൾക്ക് തൽക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ്റെ പ്രസിഡൻ്റായിട്ട് ആ തങ്ങളെ അങ്ങോട്ട് വെറുതെ വിട്. അവർ ആത്മീയ നേതാവായിട്ട് നിൽക്കട്ടെ. ഇവിടെ സംഘപരിവാറുണ്ട്, ഏറ്റവും മതം ഇടപെടുന്ന കാര്യം. അവരിത് ഉപയോഗിക്കണ്ടോ? അവരേതും ഹിന്ദു പേര് ഉപയോഗിക്കണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി അതെവിടെയുള്ള ജാതി? സംഘപരിവാർ എവിടെ ഒരു ജാതി? നിങ്ങൾക്ക് മതം മുസ്ലിം എന്ന പദം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കഴിവേടിൻ്റെ ലക്ഷണമാണ്. പണി അറിയാത്തവർ പറയാത്ത കുറ്റം പറയുന്ന പോലെയാണ്. നിങ്ങളുടെ കഴിവേട് ലക്ഷണം. അത് നിങ്ങളെന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്യേണ്ടത് മുസ്ലിം ലീഗിലെ മുസ്ലിം എന്ന് വാക്കെടുത്ത് കളയണം. എന്നിട്ട് തങ്ങളെ കുടുംബത്തെയും ആ ആത്മീയതയിൽ ഏൽപ്പിക്കുക. എന്നിട്ട് ഇലക്ഷൻ വരുന്നത് സഹകരിച്ചോ, കുഴപ്പമില്ല. ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യത്തിൽ കുഞ്ഞാ ഏൽപ്പിക്കുക, സ്വതന്ത്രമായിട്ട് വിട്. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു വെള്ളപ്പുള്ളി അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, കുഞ്ഞാക്കും പാർട്ടിയും മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വെള്ളാപ്പള്ളിയുടെ നടേശന് 30ാമത് വാർഷികം അറ്റൻഡ് ഒരു പരിപാടി ചേർത്തൽ നടന്നല്ലോ. എടോ, CH മുമ്പൊക്കെ ഇല്ലാത്ത ഒരു പാർട്ടി SNDP നടത്തിയില്ല. നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചോ? വേണ്ട. ഏതിൽ മുസ്ലിമിനെ ക്ഷണിച്ചോ? എവിടെ എത്തി? ഇവിടുത്തെ പിന്നോക്ക സമുദായ ഈഴവരും മുസ്ലിങ്ങളും തമ്മിൽ ഒരേ തൂവൽ പക്ഷികളെ നിങ്ങൾ ചിന്തിച്ചോ അതിനെക്കുറിച്ച്? ഇപ്പം ഈ മാസം 22-ാം തീയതി വ്യാഴാഴ്ച ഈരാറ്റുപേട്ടയിൽ കൂടുന്നുണ്ട്. ഒരു മുസ്ലിമിനെ ക്ഷണിക്കേണ്ടവർ. എന്താ കാരണം? അവിടെ പെറ്റ് നിങ്ങൾക്കുണ്ട്, അവർക്ക് മാത്രമല്ല. 2 കൈ കൂട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ മുസ്ലിം സമുദായത്തിനുണ്ട് ചില കടപ്പാട്, ഈ വിഭാഗത്തിനുണ്ട്. വെള്ളാപ്പള്ളിക്കാട് ആശയപരമായിട്ട് തെറ്റിപ്പോയി, ആദർശം തെറ്റിപ്പോയി, അങ്ങനെ നിൽക്കുന്ന ആളാണ്. നിങ്ങളത് വെച്ച് കരുക്കൾ നിൽക്കട്ടെ. വെള്ളാപ്പള്ളി ഒരാൾ വിളിച്ചോ? 5 മന്ത്രിമാരെ വിളിച്ചല്ലോ. ഒരു മുസ്ലിം പങ്കെടുത്തായിട്ട് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ലീഗിൻ്റെ അവസ്ഥ. ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എല്ലാം ലീഗ് പറയുന്നുണ്ട്, അതാണ് നമ്മുടെ വിഷയം. ആകെ മുസ്ലിം സമുദായത്തിലുള്ളതിലും 1/3 പോലും ലീഗ് അനുഭാവികളല്ല, ലീഗ് മെമ്പർഷിപ്പുള്ളതല്ല. 2 ഭാഗം പുറത്ത് കിടക്കാണ്. ആ 2 ഭാഗത്തെ നിങ്ങൾ കയ്യിലെടുക്കാതെ UDF നമ്മൾ എങ്ങനെയും പാടുവിട്ട് അധികാരത്തിൽ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ 2 ഭാഗമുള്ള മുസ്ലിങ്ങൾ നിങ്ങൾ കയ്യിലെടുക്കാതെ കുഞ്ഞാക്കാനും തങ്ങളെ ഏൽപ്പിച്ച് അത് ക്ലിയറായി എന്ന് പറയുന്ന സ്വർഗത്തിൽ കഴിയുന്ന ചിന്തയിൽ അത് തെറ്റാണ്. കോൺഗ്രസ് മനസ്സിലാക്കണം. 2 ഭാഗം മുസ്ലിം പുറത്താണ്. അവർ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3% വോട്ട് LDF കൊടുത്തുകൊണ്ടാണ് 2 പ്രാവശ്യം ജയിച്ചത്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്?
അറബി യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ല, കാലുവാരി വഞ്ചിച്ചു പറ്റിച്ചു. ആ ഒരു വൈരാഗ്യം പിണക്കും ഇപ്പോഴും തീർന്നിട്ടില്ല. എങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ നിയന്ത്രിക്കുന്ന, ഞങ്ങൾ വളർത്തിക്കൊണ്ടൊരു സമൂഹമുണ്ട് മുസ്ലിം സമുദായത്തിൽ. അവർ ഇന്നും UDF എതിർ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഇതെല്ലാം മറന്ന് എന്നാൽ കാരണം നിൽക്കുകയില്ല. കാരണം ഇവിടെ എത്ര മന്ത്രിമാരുടെ എത്ര പിമാരുടെ ഒരാൾ പോലും BJP വഹിക്കാൻ പറ്റിയില്ല, അത് സാധിക്കില്ല. അപ്പോൾ പിന്നെ അതിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് UDF വേണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇപ്പോൾ സഭാ നേതൃത്വം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ കണ്ട് ഡൽഹിയിൽ ചർച്ച ചെയ്തു, ഇന്ന ആളായിരിക്കണമെന്ന് സഭ പറഞ്ഞു. സഭയ്ക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ മാത്രം വലിപ്പം ഇല്ലടോ. കേരളത്തിൽ സഭ ആകെ 16%, അല്ല 6% ദളിത് ക്രിസ്ത്യാനി, കൺവെർട്ടഡ് ക്രിസ്ത്യാണ്. ബാക്കിയുള്ള 10%. അതിൽ കുറച്ച് വോട്ടിൽ തവണ BJPക്കും പോവും, കുറച്ച് വോട്ട് LDFിനും പോവും. അതിനൊക്കെയുള്ള മറ്റേ ആ പെണ്ണിനെയൊക്കെ ആരോഗ്യമന്ത്രിയൊക്കെ ആക്കിയത്. അപ്പോൾ ബാക്കി കിട്ടും ഒരു 5% വോട്ടാണ് കിട്ടാൻ സാധ്യതയുള്ള. ആകെ വെറും 5%. ബാക്കി എല്ലാവർക്കും പുറത്തു പോവാണ്. കമ്മ്യൂണിസ്റ്റ് BJPയും പോകും. ഈ 5% വോട്ടോട് മാത്രം കേരളം പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? 100 പേരിൽ 5 പേരാണ് ഇപ്പോൾ 5%. എന്നിട്ട് അവർ ഒഴിവാക്കണമെന്നില്ല. അവർക്കൊരു സ്ഥാനം കൊടുത്തോ. ഞാൻ പറഞ്ഞു, KPC പ്രസിഡന്റോ മുഖ്യമന്ത്രി സ്ഥാനോ കൺവീനർ സ്ഥാനോ പ്രതിപക്ഷ നേതാവോ ഏതും ഒരു ക്രിസ്ത്യാനി കൊടുക്കുന്ന ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. കാരണം മുസ്ലിം സമാജം മുഖ്യ സ്ഥാനം കൊടുക്കും നമ്മൾ പറയുന്നില്ല, അത് അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ പിന്നെ ഒരു ക്രിസ്ത്യാനിക്ക് മുഖ്യമന്ത്രി ആയിക്കോ. 2 പ്രാവശ്യം ക്രിസ്ത്യാനി മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. എന്നിട്ടും ഈ കാസർഗോഡ് സംഘടന പറയാണ് ഞങ്ങൾക്ക് ഒന്നും കൊടുത്തില്ല, എല്ലാം ജിഹാദികൾക്ക് കൊടുക്കുന്ന ഒരു അച്ഛൻ പ്രസംഗിക്കുകയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം 125 സ്ഥാനമാനങ്ങളിൽ 90 പേര് നിങ്ങൾക്ക് കൊടുത്തത്. എന്നിട്ട് നിങ്ങൾക്ക് പരാതിയാണ് ഇപ്പോൾ, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, അവിടെ നിങ്ങൾ വോട്ട് BJPക്ക് വേണം. ഇനി ഒരു കാര്യം പറയട്ടെ, ഇനി സുധാകരൻ്റെ കാര്യം എടുക്കുക. സുധാകരന് KPC പ്രസിഡന്റായിട്ട് എന്താണ് നേട്ടമുള്ളത്? ഒരു കാര്യം പറയാം, സുധാകരൻ്റെ ജാതിയെല്ലാം നോക്കാൻ, ജാതികൾ 23% ഉണ്ട് കേരളത്തിൽ. നല്ലൊരു നമ്പർ തന്നെയാണ്. ഈ 23% ഏതാണ്ട് 90%, ഇപ്പോൾ ഈ ഇലക്ഷൻ 90%, അതിന് മുമ്പ് 80 പോയിട്ടുള്ളൂ. 90% LDF സപ്പോർട്ട് ചെയ്യാണ്. കാരണം പിണറായി മുഖ്യമന്ത്രി ഒരിക്കൽ കൂടി ആകും എന്നുള്ള പ്രതീക്ഷയിൽ പിണറായി കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. 90, ബാക്കി 10% ഉള്ളൂ. അതിൽ 5% BJP കൊണ്ടേ, ബാക്കി 5% കിട്ടുന്നത്. അപ്പോൾ 23-ന്റെ 5% എന്ന് പറയുമ്പോഴേ 2 വോട്ട്, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് UDF കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത്. ഇനി നായർ വിഭാഗം എടുക്കാം. നിങ്ങൾ പുള്ളളിക്കരുത്, കാര്യങ്ങൾ വസ്തുവിട്ടാൽ പഠിക്കണം. അത് രാഹുലാലും കൂടെ ആരുമില്ല. നായർ വിഭാഗം 9% ഉള്ളൂ. 9% നായർ വിഭാഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 50% കൂടുതൽ BJP പോയി. ഇത്തവണ 70% ആർക്ക് പോവും? BJPക്ക് പോവും. കാരണം വെച്ചാൽ ഇപ്പോൾ NSS പോലെ അനുകൂലിക്കാം, രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ RSSൻ്റെ ബേസ് എന്നുള്ളത് പിന്നെ നായർ വിഭാഗമാണ്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 1 വോട്ട് പോലും, 100 നായർ വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് പോലും കോൺഗ്രസ് കിട്ടുന്നില്ല. അവർക്ക് മുഖ്യമന്ത്രി വേണം പറയാണ്. ആയിക്കോട്ടെ, അതിന് തടസ്സമില്ല, അവർക്ക് അധികാരം കിട്ടിയുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു, എന്താണ് നിങ്ങൾ ബുദ്ധിയെ മനസ്സിലാക്കുക. നമ്മുടെ ജോർജിയുടെ മകൻ IB ഈഡന് നിങ്ങളൊരു സ്ഥാനം കൊടുക്കുക. മിടുക്കനാണ്, ചെറുപ്പക്കാരാണ്, ഏതായാലും പാർട്ടി വിൽക്കില്ല. ജോർജ് ഈഡൻ എൻ്റെ വളരെ സുഹൃത്താണ്, ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. ജോർജ് ഈഡൻ്റെ മകൻ IB ഈഡൻ ഒരിക്കലും പാർട്ടി വിൽക്കില്ല, ഞങ്ങൾ ഗ്യാരണ്ടി തരാം. ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുത്ത് നിർത്ത്. ഇപ്പോൾ കൺവീനർ ഒഴിവുണ്ട്, അസുരം മാറ്റിയിട്ട് കൺവീനർ സ്ഥാനം IB ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആൾക്ക്. IBയുടെ കുഴപ്പമില്ല, നിർദ്ദേശമല്ലോ. എന്നിട്ട് പ്രസിഡന്റ് വേണ്ട, പ്രസിഡന്റ് കണ്ടിട്ട് ഇപ്പോൾ ആരോ പറഞ്ഞ് പിന്നെ ഷാഫി പറമ്പിലാക്കണം. ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആക്കാൻ പോരായിക്കൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആരാണ് നമ്മുടെ ഇപ്പോൾ സുധാകർജി മാറാൻ പറ്റില്ല. സുധാകർ നിൽക്കട്ടെ, പ്രായമുള്ള ആളും വെക്കുകയാണ്, ഈട് വിഭാഗമാണ്. നമ്മൾ വർക്കിംഗ് പ്രസിഡന്റ് കോൺഗ്രസ് ഉണ്ടോ എനിക്ക് ഞാൻ ചെക്ക് ചെയ്തില്ല. ഒരു വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഇയാളെ വെച്ചാൽ മതി. ആര്? ഷാഫി പറമ്പില്ലേ, അത് MP ആണ്. വർക്കിംഗ് പ്രസിഡന്റ് തൽക്കാലം മന്ത്രി ഒന്നാവില്ല. മന്ത്രിക്ക് ആകാതിരിക്കാൻ വേണ്ടിക്കാണല്ലോ അദ്ദേഹത്തെ MP ആക്കി വിട്ടത്. കാരണം ഷാഫി പറമ്പിൽ ഒരിക്കലും കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ വരുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകരുന്നത് കോൺഗ്രസ് താല്പര്യമാണ്. അവിടെ നിന്ന് അയാളെ മാറ്റി വടകര വിട്ട് നേരെ ഡൽഹിക്ക് വിട്ടത്. അതൊരു ഒതുക്കൽസായിരുന്നു. അതൊന്നും എന്തെങ്കിലാവട്ടെ. അപ്പോൾ തൽക്കാലം ഒതുക്കൽസ് അങ്ങ് നിൽക്കട്ടെ.
KPCCയുടെ ഒരു ശക്തനായ വർക്കിംഗ് പ്രസിഡന്റ്. ഇനി വേറെ ഏതെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് അവരെല്ലാം വൈസ് പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ഏക വൈസ് പ്രസിഡന്റ്, ഇത് പ്രസിഡന്റ് അതുപോലെ തുല്യാവകാശമുള്ള പ്രസിഡന്റ് ആക്കി അങ്ങനെ ചെയ്യും. അപ്പോൾ അസൻ സാഹിബ് പോരാ, ഫില്ലപ്പ് കിട്ടുകയല്ല, അതൊക്കെ കഴിഞ്ഞു പോയി, എഴുതി തീർന്ന പുസ്തകം. അസൻ സാഹിബിന് കൺവീൻ സ്ഥാനം കൊടുത്തു. അത് ഞങ്ങളുടെ എത്രയോ പറഞ്ഞ ശേഷം അസൻ സാഹിബിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്ത് ഹൈബി ഘടനയോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ നേതാവിന് വച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നേ. അല്ലാതെ ഈ മുരളീധരൻ കുഴപ്പമില്ല, ആൾ മണ്ടനാണ്, അല്ലെങ്കിൽ അത്രയും തറക്കമുള്ള സമയത്ത് മന്ത്രിസ്ഥാനം ഏൽക്കും. മന്ത്രിസ്ഥാനം ഏറ്റവും ഒരു 6 മാസത്തൊക്കെ MLA ആകണം. ഇവിടെ 2 സഭയിൽ ഒറ്റ സഭ മാത്രം, മറ്റു ചില സ്റ്റേറ്റിൽ 2 സഭയിൽ നമ്മുടെ രാജ്യസഭ പോലെ. അപ്പോൾ അതിലേക്ക് കയറ്റാം, നോമിനേറ്റ് ചെയ്താൽ മതി. അതില്ലാണ്ട് പോയി നിൽക്കുമോ? അപ്പോൾ മണ്ടനായിരുന്നു പുള്ളി. ഇപ്പോൾ പറഞ്ഞിട്ട് പുള്ളി ചിന്താഗതിച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ആരോട് മുരളി ഞങ്ങൾ എന്ന് പറയുന്നത്? മുരളിയുടെ കൂടെ എത്ര പേരുണ്ട്? ഈ കുറച്ച് കാക്കമാർ നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു നിർത്തിയും നല്ലത്. നായന്മാർ എത്ര പേരുണ്ടോ മുരളി നിങ്ങളുടെ കൂടെ? ആകെ ഞാൻ പറഞ്ഞില്ലേ 9% അല്ലെങ്കിൽ 7% BJPയിലേക്ക് പോയി. ബാക്കി മുരളി 2%. ഒരു 100 നായത്തെ ഒരു നായ നിങ്ങളുടെ കൂടെ ഉണ്ടോ? കാരണം എത്രയോ 10-12 നായകൾ കിടക്കാൻ നായച്ചില്ല കോൺഗ്രസ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതില്ലാതെ വരുമോ? പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൊണ്ട് കുറച്ച് കാക്കന്മാരാണ്. ഈ സുധാകരന് ഈഴവന് എത്ര വിഭാഗമുണ്ട്? ഒരു 100 ഈഴവണ്ടി ഒരു ഈഴവൻ സുധാകരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അവിടെ വോട്ടിയൊക്കെ നിങ്ങൾക്ക് കൂടെ ഉള്ള കുറേ കൃഷികളാണ്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത് വരുന്നത് റാമിൽ നിൽക്കുന്ന ഈ കാക്കന്മാർ തന്നെയാണ്. ഇനി അതൊന്നും വില പോവില്ല. ഇവിടെ കാസ പറയും പോലെ തെറ്റാണെങ്കിലും അവർ പറഞ്ഞാൽ പോയി. അതുപോലെ ഞങ്ങളും പറയാണ്, അങ്ങനെയൊന്നും ഞങ്ങളുടെ വിലക്കെടുക്കാൻ പറ്റില്ല, സത്യം പറയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൽക്കാലം സുധാകരനെ മാറ്റാതെ ഷാഫി പറമ്പിൽ വേണമെങ്കിൽ, ഒരു നിർബന്ധമില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല, എനിക്കറിയാം. ഷാഫി പറമ്പിൽ KPCC പ്രസ്ഥാനം ഏൽക്കാൻ ഒരു സാധ്യതയില്ല, താല്പര്യമില്ല. പക്ഷേ പാർട്ടി പറഞ്ഞാൽ കേൾക്കുക, അത് വേറെ കാര്യം. അങ്ങനെ നിങ്ങൾ ശക്തമായി വർക്കിംഗ് പ്രസിഡന്റ് വയ്ക്കി, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ സുധാകരനും KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി, മുസ്ലിം പ്രാതിഥ്യം വന്ന്, പിന്നെ ഈഴ് പ്രാതിഥ്യമാണ് ഒന്നാണ്, നായർ പ്രാതിഥ്യമാണ് രമേശ് മറ്റേ ഇതുണ്ട്, ഏതൊരു VD സതീശനുണ്ട്. അങ്ങനെ പ്രാസപ്പിക്ക് ദളിതാണെങ്കിൽ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ കൊടിക്കോന്ന് സുരേഷ് വലിയ സ്ഥാനം കൊടുത്തതാണ്, വർക്കിംഗ് പ്രസിഡന്റ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പോയിട്ട് അപ്പോൾ എല്ലാം ഒരു സമതുലിതാവസ്ഥ വരും. എന്നിട്ട് ആ മുസ്ലിം സമുദായത്തിൽ 38% വോട്ട്, 100 വോട്ട് ചെയ്യുന്നതിൽ 38 വോട്ട് മുസ്ലിങ്ങളാണ് കേരളത്തിൽ. വെറും ഞഞ്ഞാഞ്ഞ പറഞ്ഞും പേടിപ്പിച്ചും വെരട്ടിയൊന്നും കാര്യം സാധിക്കാൻ നോക്കണ്ട. ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. RSനെ കാര്യം ഭീഷണിപ്പെടുത്തി ഞങ്ങൾ ഭീഷണിപ്പെടില്ല. കാരണം ഞങ്ങളങ്ങനെ അന്ധമായ RS വിരോധമല്ല. അവർ നല്ല ചോദിച്ചാൽ ശരിക്കും ചീത്ത ശരിക്കും. അങ്ങനെ അന്ധമായ വിരോധം പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളായി ഞങ്ങൾക്കില്ല കേട്ടോ. വേറെ കാര്യം RSന് അന്ധമായ വിരോധമൊന്നുമില്ല. അവർ നല്ല കാര്യം ചെയ്യും. അതുകൊണ്ട് അത് കാണിച്ച് പേടിപ്പിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ കാലം പോയി. അപ്പോൾ അതുകൊണ്ട് 38%, 100 വോട്ടിൽ 38 വോട്ട് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽ മാന്യമായൊരു അംഗീകാരം മതിയല്ല, കൂടുതലൊന്നും കൊടുക്കണ്ട. മറ്റുള്ളവർ കൊടുക്കുന്ന ഒപ്പം കൊടുക്കണ്ട. അതിനേക്കാൾ കുറച്ച് 10-20% കുറച്ചോ. പക്ഷെ അല്ലാതെ 2-3 സ്ഥാനം കൊടുത്ത് ബാക്കി 10 സീറ്റ് 25 സീറ്റും കൊടുത്ത് ലീഗും കൊടുത്തിട്ട് മുന്നോട്ട് പോകാമെന്ന് ചോദിച്ചാൽ നടക്കൂല. അത് ഞങ്ങൾ പറഞ്ഞത് ശാസ്ത്രീയമാണ്, മനഃശാസ്ത്രപരമാണ്, ഫിലോസഫിക്കലാണ്. അല്ലാതെ അന്ധമായ വിരോധമോ അല്ല, അന്ധമായ ഇതല്ല. ഞങ്ങൾക്ക് അധികാരവും വേണ്ട, ഞങ്ങളൊന്നും അധികാരം വരുന്നുമില്ല. നിങ്ങളെടുത്തോ, മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ എടുത്തോ. പക്ഷെ തുല്യ നീതി വേണം, സോഷ്യൽ ജസ്റ്റിസ്. രീതിയിൽ ശബ്ദമില്ലാത്തവരും ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഞങ്ങൾ, വോയിസ് ഓഫ് ജസ്റ്റിസ്, ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. അതുകൊണ്ട് പറയാണ്, സമയം കഴിയാമാണ്, അത് പറയാണ്, നിങ്ങൾ ഇക്കാര്യങ്ങളെ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മുസ്ലിം ലീഗ് എന്ന പേരിൽ മുസ്ലിം മാറ്റുക. നിങ്ങൾ ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കുക. പിന്നെ ആത്മീയ വേദനം തങ്ങളെ ഏൽപ്പിക്കുക, തങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കുക. ഒരു കുഴപ്പമില്ല, തങ്ങൾ കുടുംബം മാന്യന്മാരാണ്, യാതൊരു അലമ്പുമില്ല. അല്ല വെറുതെ പേടിച്ച് സംഘപരിവാദം ചെയ്യുമ്പോൾ അതെല്ലാം മൂളിൽ നിന്ന് ഞങ്ങൾക്കൊന്നുമില്ല എന്ന് അതൊരു കീഴ്പ്പെടലാണ്. അതൊരെന്താണ്, ഒരു അടിയറ് വയ്ക്കില്ല. അങ്ങനെ അടിയറ് വയ്ക്കേണ്ട കാര്യം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. സംഘപരിവാറിന് അടിയറവ് കഴിച്ച് നിങ്ങളാണ്. നിങ്ങൾ തൊട്ടേൻ പിടിച്ചൊക്കെ BJP നേതാക്കൾ, നമ്മൾ ലീഗിൻ്റെ മറ്റേ മുരളിയിലൊക്കെ വരുമ്പോഴല്ലോ ലീഗിൻ്റെ MPക്കളിൽ എടുത്തും മടിയിൽ വെച്ച് താലോലിക്കാണ്. നിങ്ങൾ ആരുടെ പേടിക്കുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പിന്നെ വൃത്തിയുടെ കാണിക്കണില്ലേ? സാമ്പത്തികമായിട്ട് അട്ടിമറിത്തുണ്ടെങ്കിൽ ഓക്കെ, എനിക്കറിയില്ല കുറച്ച്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു പോകണം. എത്രയും പെട്ടെന്ന് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ കാഴ്ചപ്പാടുണ്ടാക്കുക.
തങ്ങൾ ആത്മീയതയിൽ കിടക്കുക, എന്നിട്ട് സമസ്ത കൊണ്ടുനടന്നോ, ഇലക്ഷൻ വരെ നിങ്ങൾ വോട്ട് ചെയ്തോ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നില്ല, ഗ്രൂപ്പ് ഉണ്ടാക്കി തിരിഞ്ഞു പോയി നിങ്ങൾ നശിച്ച് നാറാണക്കല്ലെടുക്കും. മാത്രമല്ല ഇപ്പം തല്ലിക്കൊല്ല് തുടങ്ങി. എന്താണ് തല്ലിക്കൊല്ലുന്നത്? ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം മന്ദബുദ്ധിക്കാർ തല്ലിക്കൊന്നിട്ട് അവർക്ക് നേട്ടുകണ്ട ഇല്ല. നിങ്ങളോട് നമസ്കാരം പഠിച്ചോ പോകുന്നില്ലേ? നമസ്കരിക്കുന്നത് പഠിച്ചതിന് വേണ്ടിയാണോ? അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം കൂടിയാണ്. അപ്പോൾ അതുപോലെയാണ് ഒരു പാവപ്പെട്ട മുസ്ലിമിനെ തല്ലിക്കൊന്നുകൊണ്ട് അവർക്കും നേട്ടമില്ല. പക്ഷെ അതെന്താണ് ഇവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക, ഭയപ്പാടുണ്ടാക്കുക. അങ്ങനെയാണ് ഇപ്പോൾ മധ്യപ്രദേശിലും ഇന്നിപ്പോൾ ഛത്തീസ്ഗഡിലും ഉയർന്ന പോലീസ് ഓഫീസേഴ്സ്, യൂണിഫോം പോലീസ് ഓഫീസറെ ഭീകരന്മാർ അല്ലെങ്കിൽ തീവ്രവാദികളെ ആക്രമിച്ചിരിക്കുന്നു, മറ്റു പോലീസ് നോക്കിയിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അത് നിങ്ങൾ അന്ധമായിട്ട് കീഴ്പ്പെട്ട് കാര്യമൊന്നുമില്ല, പിടിച്ച് ചെറുത്ത് നിൽക്കണം. അതിന് വേണ്ട അടിക്കടി നിങ്ങൾ ചേർത്ത് നിൽക്കണം. നിങ്ങളെല്ലാം അങ്ങനെ മറ്റ് ഉള്ളത് മതി ഞാൻ മുസ്ലിം ലീഗ് പോകുന്നു. പണ്ടും അതേപോലെ താങ്കൾക്ക് ചെയ്യുന്നത് കോൺഗ്രസിലേക്ക് മുള്ളി നിൽക്കണം. എന്നിട്ട് നിങ്ങൾ കിട്ടുന്നത് വാങ്ങിക്കുക. അത് പോരാ. നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം, പിടിച്ചു വാങ്ങണം. കുഴപ്പമില്ല, അവകാശം മാത്രം, അന്യായമായിട്ടുള്ളതല്ല. അത് നിങ്ങൾ റാമുകളിൽ നിന്ന് കിട്ടുന്നത് വാങ്ങിച്ചു പോയി സമുദായത്തെ നഷ്ടം. അത് ഇത്രയും കാലം സമുദായം നഷ്ടം ഉണ്ടാക്കിയത്. അത് ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.